ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. എയാടം എന്ന് പറഞ്ഞ പടത്തില് ടോവിന്റെ അടുത്ത് ചേട്ടൻ വിളിച്ചിട്ട് എന്തേ വരാഞ്ഞ്, നമ്മളെ പടത്തിൽ എന്തേ വരാഞ്ഞ് ചോദിച്ചപ്പം അത് ഞാനേ ഞാനും നിർമ്മല സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു പോകുന്നത് ഒരു പ്രശ്നമില്ല. ഇല്ല, ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ്. വെൽക്കം ബാക്ക് ടു വീഡിയോ. മധുര കണക്ക് എന്നൊരു മൂവിയുടെ പരിപാടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ അപ്ഡേറ്റ്സ് അതിൻ്റെ മെയിൻ വീഡിയോയിലുണ്ടാവാം. വൈറൽ മല്ലൂരിയ കയറി ചെക്ക് ചെയ്യട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസംബർ 4 റിലീസ് ചെയ്യാൻ പോകുന്ന മധുര കണക്ക് എന്ന് പറഞ്ഞ മൂവിയുടെ പ്രസ് മീറ്റിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഹരീഷ് ചേട്ടനോട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹരീഷ് ചേട്ടൻ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചില്ല, അതിന്റെ ഒരു ഉത്തരം ഹരീഷ് ചേട്ടൻ ഇതിനു മുമ്പ് വേറെ ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസ് മീറ്റിന്റെ ഇടയിൽ അങ്ങനെ ഒരു ചോദ്യം വന്നു. നിങ്ങൾക്ക് അത് കേട്ട് എന്ത് തോന്നുന്നു ഒന്ന് കമന്റ് ചെയ്യട്ടോ. ബോധപൂർവം പറഞ്ഞു സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കാരണം നമ്മളൊരു പിന്നെ പടത്തിൽ വന്ന് നമ്മള് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് സിനിമയിൽ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കായി എല്ലാം തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഡേറ്റ് അങ്ങോട്ടുകൂടി ക്ലാഷ് ആവും. കാരണം പല സ്ഥലത്തുനിന്ന് അപ്പം ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഇടവേള വെച്ചിട്ട് വിളിച്ച് പറഞ്ഞ ഹരീഷിൻ്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം, ഹരീഷിൻ്റെ പരാതി തീർക്കാൻ എനിക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് നോക്കിക്കോളാം, ഒക്കെ കറക്റ്റ് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെടുത്ത് വന്ന് ആ ആള് കാരണം നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മൾ എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടുന്ന ആളായിരുന്നു. ഒരു കൊല്ലം 10ഉം 15ഉം പടങ്ങൾ ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഞാനത് ചോദിച്ചിട്ടേ ഇല്ല. കൊറോണ വന്ന് 2 വർഷം കൊറോണ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. തരാം, അത് ഇറങ്ങിയിട്ട് തരാം, മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് അമ്മയെ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല, പിന്നെ ഒരു പടവുമില്ല, ആരും വിളിക്കുന്നുമില്ല. പിന്നെ നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട് വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പല സ്ഥലത്തും എന്നെ പറ്റി പല നെഗറ്റീവും സമയത്തിന് വരില്ല. പിന്നെ ഭയങ്കര നേരത്തെ പണി എനിക്ക് മനസ്സിലായില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് 6 മണിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറുണ്ണാൻ കഴിയും ഒരാൾക്ക്. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അത് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട്. കാരണം നമ്മൾ കൊറോണയ്ക്ക് ശേഷം സിനിമകൾ മാറി, ഹ്യൂമറിൻ്റെ പരിപാടികളെ മാറി, നമ്മൾ ചെയ്ത ഹ്യൂമറൊന്നുമല്ല ഇപ്പം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും തീരെ ക്ലീൻ ഔട്ടായി പോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണ് ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത്. കാരണം ഹ്യൂമർ കാലാകാലത്ത് നമ്മൾ ചിലപ്പോൾ ഏറ്റോളന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു. എന്നാലും തീരെ ഇല്ലാതെ ആവുമല്ലോ. എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ നമുക്ക് ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാനും നിർമ്മല സുഖമായിട്ട് പ്രോഗ്രാം ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. എത്ര സിനിമകൾ അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും? ഞാനത് എയാടം എന്ന് പറഞ്ഞ പടത്തില് ടോവിന്റെ അടുത്ത് ചേട്ടൻ വിളിച്ചിട്ട് എന്തേ വരാഞ്ഞ്, നമ്മളെ പടത്തിൽ എന്തേ വരാഞ്ഞ് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു. പിന്നെ ചേട്ടനെ വിളിച്ചു, ചേട്ടന് ഡേറ്റ് ഉണ്ടായില്ല, ഒരു റെസ്പോൺസും ചെയ്യുന്നില്ല എന്നാണല്ലോ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത്. ആളാരാന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഇന്ന് അത് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ആളാരാണെന്ന്. ഇപ്പം രണ്ടാമത് ഇപ്പം ഇങ്ങനെ കുറേശ്ശെ നമ്മൾ വീണ്ടും ഇങ്ങനെ അപ്പോൾ ഹരീഷാറിൻ്റെ ഒക്കെ ഇതിൽ കുറേശ്ശെ ചെറിയ ഇങ്ങനെ വീണ്ടും പിച്ച വെച്ച് തുടങ്ങാൻ പോകുന്നു. തിരിച്ചു വരുന്നത്
അപ്പം ഒരുപാട് പടങ്ങളൊന്നും ഒഴിവാക്കിയെന്നുള്ള എനിക്കറിയില്ല. ഞാനൊരൊറ്റ സംഭവം കേട്ടുള്ളൂ. അല്ല അങ്ങനെ ARMന്റെ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അല്ലാതെ കുറെ കാര്യങ്ങള് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വന്നു തുടങ്ങിയപ്പം പല ലൊക്കേഷൻസും പല ആൾക്കാരെടുത്തും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. അപ്പം നമ്മള് അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച ഒരാളെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു വയ്ക്കണമെന്ന് ഒന്നും വിചാരിച്ചല്ല. ഇപ്പൊ ഈ അടുത്താണ് ഞാനിത് പറഞ്ഞത്. ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പം ഇത് എൻ്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കേസായിരുന്നു. എൻ്റെ വീട്ടിലും പിന്നെ നിർമ്മലിനെ പോലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യമായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ നമ്മൾ ഇത്രയും വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിൽ നിന്നാണ് ഞാൻ അത് പറയാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. പ്രൊഡ്യൂസർ ഹരീഷേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോള് വന്നിരുന്നു ഇങ്ങനെ അഭിനയിപ്പിക്കരുത് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും മുഖമടച്ചിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവുമായിരുന്നു? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് ഇപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ തന്നെ അവർക്ക് നല്ല മറുപടി കൊടുക്കുമായിരുന്നു. അത് അനീഷിനെ കൂടുതൽ അഭിനയിപ്പിക്കാനുള്ള ഒരു ധൈര്യവുമായിട്ട് മാറ്റുമായിരുന്നു ഞാൻ. അതേ എന്നെ നമ്മളടുത്തൊന്നും അങ്ങനെ കളിക്കില്ല, എന്നൊന്നും ആയിട്ടില്ല, ഒന്നും നടക്കില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന് വീണ്ടും അതിൻ്റെതായ രീതിയിൽ ഒരു കാർപ്പറ്റ് അവിടെ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. അത്രയേ ഉള്ളൂ. ഹരീഷേട്ടന്റെ വിഷയത്തിൽ നീതി നിഷേധമായിരുന്നില്ലേ അമ്മയുടെ ഭാഗത്ത് നിന്ന്? അപ്പൊ അതിനെങ്ങനെ കാണുന്നത്? അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഇയാളെ പറ്റി ഇതുപോലെ കുറെ പരാതികളുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലത് ഇയാൾക്ക് ഈ പൈസ കടം കൊടുത്ത്. അമ്മ അങ്ങനെയാണോ മറുപടി? അല്ല, അമ്മ അങ്ങനെയല്ല. അമ്മ തന്ന മറുപടി അല്ല, ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ്. ഞാൻ ചോദിച്ചത് അമ്മയുടെ ഭാരവാഹികളുടെ നിലപാട് എന്തായിരുന്നു? ഇല്ല, ഞാൻ അന്ന് ഇടവേള ബാബുച്ചേട്ടൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അയാള് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു, കൊടുത്തോളാന്നും പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ. നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. റീഹാൻഡാണോ ക്യാഷ് കൊടുത്തത്? അതെ, കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്തു. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റില്ല, തെളിവില്ലല്ലോ. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്ത? അല്ല, ഞാന് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നെ തരാത്തതും അത് പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ഇനി നിയമ നടപടി സ്വീകരിക്കാമോ? സ്വീകരിക്കുമോ? ചിലപ്പോ സ്വീകരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ മതി, ഇല്ലേ? ഒരു മിത്രത്തെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കുക. ചിലപ്പോൾ അത് എന്തെങ്കിലും ചീത്ത പറയുക, അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ പോകും. ഇത്രയേ സംഭവിക്കുള്ളൂ. പക്ഷെ ശത്രുവിന് ആവശ്യമുണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കും. അപ്പോൾ അവർ പറയും പിന്നെ തരാന്ന് പറയും. തിരിച്ചു കിട്ടാണ്ടാവും, വീണ്ടും ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് ചീത്ത വിളിക്കും. അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെ സംഭവിക്കും, അല്ലേ? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ അനുഭവം. അതുകൊണ്ട് ഹരീഷേ, ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിയമ നടപടി, നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വഴിയുണ്ടോ? നമ്മളൊരാൾ കൊടുത്ത പൈസക്ക് 7 വർഷം വരെ ശിക്ഷ വരും. അതിന്റെ ഇടയിൽ കോടതി കോമ്പൻസേഷൻ വെക്കും. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോ ഇത്ര വലിയ തുകയൊന്നല്ല ഞാൻ ചോദിച്ചപ്പോ ഞാൻ ചെക്കാണെങ്കിൽ ചെക്കെല്ലാം പ്രൂഫ് ഉണ്ട്, കൊടുത്തതിന് പ്രൂഫ് ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് അറിഞ്ഞു കൊടുത്ത ഒരാൾക്ക് കൊടുത്ത പൈസക്ക് ഒരിക്കലും അതിന് എഗ്രിമെന്റും കാര്യങ്ങളുണ്ടെങ്കിൽ 420 ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാം. എഗ്രിമെന്റിലാണ് നമ്മൾ ഒരു ജിപേ ചെയ്യുകയാണെങ്കിൽ തിരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു കേസ് തള്ളൂ. നിങ്ങൾ ചോദിച്ചോണ്ട് എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങൾ കേസ് പറയുന്നു, കേസ് 125 പറയുന്നത് അല്ല ഇതാ. ഓക്കെ, അറിയാം. താങ്ക് യു. ഒറ്റക്കെല്ലാം മനസ്സിലായില്ലേ? ഇതെല്ലാം അനുഭവമുള്ളത് 5000 രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, 2000 കൊടുത്തിട്ടുണ്ടോ?